ജയരാജ് സാറിന്റെ വീരം എന്ന് പറയുന്ന കൂടെയാണ്. അതിൽ കളരിപ്പേട്ട് എനിക്ക് സിനിമയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ കൂടി കുറച്ച് രീതിയിലായിട്ട് എനിക്ക് പഠിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ബേസ് എനിക്കിപ്പോൾ അതിനുശേഷമുള്ള എല്ലാ സിനിമകളിലും ഇങ്ങനെയുള്ള ഫൈറ്റുകളൊക്കെ ഒരുപാട് എനിക്ക് ചെയ്യാൻ വേണ്ടി എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ കാണുന്നത് ഒരു ഫൈറ്റ് എന്ന് പറയുന്നത് വെറുതെ ഒരു ഫൈറ്റ് മാത്രമല്ല, അതിനും ഒരു ആർട്ടുണ്ട് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മൾ ഇപ്പോൾ ഓരോ ക്യാരക്ടറിന്റെ സ്വഭാവത്തിനനുസരിച്ച്, സിനിമയുടെ സ്വഭാവത്തിനനുസരിച്ച് ഫൈറ്റിന്റെ രീതികൾ മാറും. ഏറെ ചെയ്ത സമയത്ത് കളരിപ്പേട്ടായിരുന്നു കൂടുതലും അതിന് ഫോക്കസ് ചെയ്തത്. അതുപോലെ മറ്റുള്ള കൽക്കി ചെയ്ത സമയത്ത് വേറൊരു രീതിയായിരുന്നു. ഇതിൽ ശരിക്കും ഒരു കള്ളുഷാപ്പിന്റെ ഓണറാണ് ഞാൻ. അപ്പോൾ ഒരു നാടൻ ഫൈറ്റ് ഒരു കള്ളുഷാപ്പിൽ നടക്കുന്ന ആ രീതിയിൽ ആണ്. അപ്പോൾ ഇതിനുള്ള ഒരു എക്സ്പീരിയൻസ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കലൈ മാസ്റ്ററാണ്, മാർക്കോക്ക് കൊറിയോഗ്രാഫി ചെയ്യുന്ന മാസ്റ്ററാണ്. അപ്പം ഒരു കൂടുതലും ഒരു വൺ ടേക്ക് ആയിട്ടുള്ള ഒരു ഫൈറ്റാണ്. അതായത് കട്ട് ചെയ്തിട്ടല്ലാതെ വൺ ടേക്ക് ആയിട്ട് കുറച്ചുകൂടി സ്ട്രെയിൻ ചെയ്തിട്ടൊരു കാര്യം. ഞാനും ചന്ദ്രശേഖർ ഉണ്ട് അതിൽ. അപ്പം വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ശരിക്കും അതിനൊരു ആർട്ടുണ്ടെന്ന് കാണുന്ന ഒരു